ഒരു ചെറിയ ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിന്ന് അവരുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ടേൺ അവൾക്കും കിട്ടി. അതിനുശേഷം അവൾ പറഞ്ഞു, ഒരു ദിവസം ഞാനൊരു സ്കൂൾ തുടങ്ങും. അവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്കും താൻ തോൽവിയാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അതുമാത്രമല്ല, അവനവനെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യേണ്ട ഒരവസ്ഥ വരില്ല. അങ്ങനത്തെ ഒരു സ്കൂളായിരിക്കും ഞാൻ നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ റൂമിൽ സൈലന്റായി. പെട്ടെന്ന് എല്ലാവരും ഒരു കൂട്ടച്ചിരിയായി. അവളുടെ മാർക്ക് നോക്കൂ, പാസ്സാകാറ് പോലും ഇല്ല, എന്നാൽ ഒരു കാര്യത്തിനും ഗുണവുമില്ല. പക്ഷേ എന്നിട്ട് ഇത്രയും വലിയൊരു വാചകമൊക്കെ അടിക്കുന്നു. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിച്ച് ഒരു കോർണറിൽ അവരുടെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. അവര് മാത്രം ചിരിച്ചില്ല. അവളെ വളരെ പുഞ്ചിരിയോടെ നോക്കി. അതിനുശേഷം അവളുടെ തോളത്തിങ്ങനെ തട്ടി, യെസ് യു വിൽ ബി എന്ന് മാത്രം പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. അതേ പെൺകുട്ടി വീണ്ടും ആ ടൗണിലേക്ക് തിരിച്ചെത്തി. ഒരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല, ബട്ട് ദ ഫൗണ്ടർ ഓഫ് ആൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അക്കാഡമി. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എങ്കിൽ അതിനായിട്ട് മറ്റുള്ളവർ കൈയടിക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യണമെന്നോ നല്ല വാക്ക് പറയണമെന്നോ കൈയടിക്കണമെന്നോ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ തുടക്കത്തിലും നമ്മുടെ ഒടുക്കത്തിലും നമ്മൾ തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകും. ആവശ്യമുള്ളത് നമ്മുടെ വിശ്വാസമാണ്. നമ്മളെ തന്നെ തെളിയിക്കാൻ മറ്റൊരാളുടെ അപ്രൂവൽ ആവശ്യമില്ല എന്ന് സ്വയം വിശ്വസിക്കുന്നിടത്ത് നമുക്ക് വിജയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം സ്വന്തം സ്വപ്നം നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നാലും ഭയപ്പെടേണ്ട. ശരിയായ ആളുകൾ ശരിയായ സമയത്ത് നമ്മുടെ കൂടെ തന്നെ നടക്കും എന്നുള്ളത്.